ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ലുക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ചെറിയൊരു മേക്കപ്പ് വീഡിയോ ആണ്. അപ്പോൾ ഫെസ്റ്റീവ് സീസൺ ആണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഇനിയിപ്പം ഒരുപാട് കല്യാണമൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ ഒരു ഫെസ്റ്റിവൽ സമയത്ത് ഒരുങ്ങാനും അതുപോലെ തന്നെ ചെറിയൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റിയ, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു മേക്കപ്പ് വീഡിയോ ആണ്. അതായത് ഒരു മേക്കപ്പ് ലുക്കാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലുക്കിൽ നിന്നും ഈ ഒരു ലുക്കിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി വായിക്കുന്നില്ല, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. മേക്കപ്പ് ഒക്കെ ഇടുന്നതിനേക്കാളും മുന്നേയായിട്ട് നമുക്ക് ആദ്യം ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്യാം. ഞാനിവിടെ സെറാവയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കുറേ കാലമായി ഈ ഒരു മോയ്സ്ചറൈസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആക്കാനും അതുപോലെ നമ്മൾ കുറേ കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതിനൊക്കെ ഒരു ബാരിയർ എന്നുള്ള നിലയിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അത് മറക്കാൻ പാടില്ല. അടുത്തത് ഞാനൊരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ലെനേജിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാനിവിടെ ഇന്ന് ഒരു മാറ്റ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കണം ലിപ്സിനെ, അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു ഐബ്രോ പാലറ്റ് യൂസ് ചെയ്തിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. ഇതൊരു ഓക്കെ ഐബ്രോ പാലറ്റാണ്. ഇതിൻ്റെ സ്പൂളിംഗ് ബ്രഷ് എനിക്ക് അധികം ഇഷ്ടമായില്ല, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ഫൗണ്ടേഷൻ, മാമാഅർത്തിൻ്റെ ഗ്ലോ സിറം ഫൗണ്ടേഷൻ. ഇതിൻ്റെ ഷെയ്ഡ് 1ഉം എനിക്ക് ഓക്കെയാണ്, ഷെയ്ഡ് 2ഉം ഓക്കെയാണ്. അപ്പോൾ ഞാൻ ഇന്നെടുത്തത് ക്രീം ഗ്ലോ എന്ന് പറയുന്ന ഷെയ്ഡ് 2 ആണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി യൂസിനൊക്കെ പറ്റിയൊരു കവറേജ് തരുന്നൊരു ഫൗണ്ടേഷനാണ്. ഇങ്ങനെ ഒരുപാട് ഭയങ്കര തിക്ക് കവറേജ് ഒന്നും തരുന്ന ടൈപ്പല്ല. നമുക്ക് പാർട്ടി ഒക്കെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ വേറെ തന്നെ ഉള്ളത് യൂസ് ചെയ്യണം കേട്ടോ, ഹൈ കവറേജ് ഫൗണ്ടേഷൻ. അപ്പോൾ അതിന് ശേഷം ഒരു ഐ ഷാഡോ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു ഫെസ്റ്റീവ് വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കല്ലേ, അപ്പോൾ അതുകൊണ്ടൊരു ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ് ഫസ്റ്റ് ബേസിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് മൈഗ്ലാമിൻ്റെ പാലറ്റാണ്, അടിപൊളി പാലറ്റാണ്, നല്ല പിഗ്മെൻറ്റഡ് ആണിത്. അതിനുശേഷം കുറച്ചൊരു തിളക്കത്തിന് വേണ്ടിയിട്ടൊരു ഷിമ്മറി ഷെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ മേലൊന്ന് ഐലിഡിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഐസിൻ്റെ കോർണറിലും കൂടെ വിരലുകൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതിന് ശേഷം ഫേസസ് കാനഡയുടെ ഐലൈനർ യൂസ് ചെയ്തിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് തിക്കായിട്ടൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല, നേരിയതായിട്ട് വരയുന്നുള്ളൂ. കണ്ണിന് മേലെ ചെയ്യുന്നുള്ളൂ, താഴെ വരഞ്ഞു കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, മെബിലൈൻ്റെ ഹൈപ്പർ കേൾ മസ്കാര യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 കോട്ടൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു കോട്ടിനൊക്കെ അത്ര വലിയ ഭയങ്കര വോളിയമായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല വോളിയം തോന്നണമെങ്കിൽ ഒരു 3-4 കോട്ട് അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. പിന്നെ ഞാനങ്ങനെ എന്താ പറയുക, നമ്മുടെ ആർട്ടിഫിഷ്യൽ ലാഷസ് ഒന്നും യൂസ് ചെയ്യാറില്ല. അതിനുശേഷം ഷുഗറിൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു കോറൽ പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ്. എൻ്റെ ഡ്രസ്സുമായിട്ടും മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ സ്റ്റിക്ക് ആയതുകൊണ്ട് നല്ല രസം, എനിക്കിഷ്ടം ഇത് അപ്ലൈ ചെയ്യാനും. പിന്നെ നന്നായിട്ട് ബ്ലെൻഡ് ആവുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കിന്നുമായിട്ട്. പിന്നെ എളുപ്പമാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡാണ് എടുത്തത്. ഇതിൻ്റെ വേറെ ഷെയ്ഡ്സ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ സെയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളും. അപ്പോൾ ഇതാണ്. ഇനി മെബലൈൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്, വേഴ്സറ്റൈൽ. ഇത് എന്താ പറയുക, ഭയങ്കര മാറ്റായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. പക്ഷേ എന്നാൽ ഒരുപാട് ഡ്രൈയിങ് ആയിട്ട് നിൽക്കില്ല, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ട്രാൻസ്ഫർ ഫ്രീ ആയിട്ടുള്ള ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഈ ഒരു ഷെയ്ഡും നല്ല അടിപൊളി ഷെയ്ഡാണ്. അപ്പോൾ നമ്മുടെ മേക്കപ്പൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ വലിയൊരു കമ്മൽ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇയറിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വള, പിന്നെ മോതിരം, ഒരു ചങ്കി മോതിരം. പിന്നെ ഒരു ഫെസ്റ്റീവ് ലുക്ക് ആയതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറും കൂടെ ഒരു ബൺ സ്റ്റൈൽ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം. മേക്കപ്പ് ഈസി അല്ലേ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം, കാരണം ഫ്യൂച്ചറിലെ വീഡിയോകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.